ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്നൊരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങളുടെ മുടി നല്ല ഡ്രൈ ഹെയർ ആണെന്നുണ്ട്, അതേപോലെ തന്നെ ചകിരി പോലെ ഇരിക്കുന്ന മുടിയാണെന്നുണ്ടെങ്കിൽ ചെയ്തു നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്സ് ആണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. ഞാൻ പ്രസവം കഴിഞ്ഞ സമയത്ത് എന്റെ മുടിയിൽ ധാരാളം എണ്ണ വെക്കുമായിരുന്നു. അതായത് തല കുളിർക്ക എണ്ണ വെച്ച് കുളിക്കണം എന്നല്ലേ ആ സമയത്ത് അമ്മമാര് പറയാ. അപ്പൊ അങ്ങനെ എണ്ണ വെക്കുമായിരുന്നു. അപ്പൊ എനിക്ക് ഈ എണ്ണ ഇങ്ങനെ അമിതമായിട്ട് ഇങ്ങനെ മുടിയിലിരിക്കുമ്പോൾ ഭയങ്കര അസ്വസ്ഥതയാണ്. അപ്പൊ ഷാമ്പു ഒന്നും ഇടാനായിട്ട് സമ്മതിക്കത്തില്ല. ദേഹത്താണെങ്കിൽ സോപ്പ് വെക്കാനും തേക്കാനും ഒന്നും സമ്മതിക്കത്തില്ല. അവരുടേതായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവരെന്തായാലും സമ്മതിച്ച് തരത്തുള്ളൂ. അപ്പൊ ഞാൻ ആ സമയത്ത് ചെയ്തിരുന്ന ഒരു അടിപൊളി ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ ഇപ്പൊ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ ഇത് ഉപയോഗിച്ചപ്പോഴത്തേക്ക് എന്റെ മുടിയിലെ കംപ്ലീറ്റ് ആയിട്ടുള്ള എണ്ണമയം നന്നായിട്ട് മാറി കിട്ടി. അതേപോലെ മുടിയിലുള്ള അഴുക്ക്, പൊടിയ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറി എന്ന് മാത്രമല്ല, നല്ല കണ്ടീഷണർ ഉപയോഗിക്കുന്നേക്കാളും ഭംഗിയായിട്ട് നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആയിട്ടും സ്മൂത്ത് ആയിട്ടും കിടക്കാനായിട്ട് തുടങ്ങി. നല്ല വോളിയം തോന്നിക്കാനായിട്ട് സഹായിച്ചിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഒരു അടിപൊളി ഒരു ടിപ്സ് ആണ് കേട്ടോ നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാലോ, ഏറ്റവും മാനേജ് ചെയ്യാൻ പാടുള്ളത് നമ്മളിങ്ങനെ ചകിരി പോലത്തെ ഉള്ള മുടിയുള്ള ആളുകൾക്കായിരിക്കും. എന്തോരം നമ്മൾ എണ്ണ തേച്ചിട്ടുണ്ടെങ്കിലും അത് കറക്റ്റ് ആയിട്ട് ഇരിക്കത്തില്ല. നല്ല ഷാമ്പു ഉപയോഗിച്ചാലും കറക്റ്റ് ആയിട്ട് ഇരിക്കത്തില്ല. ഗീരി വെച്ചിട്ടുണ്ടെങ്കിലും കറക്റ്റ് ആയിട്ട് ഇരിക്കത്തില്ല. അപ്പോൾ എല്ലാം കൊണ്ടും നമ്മുടെ മുടി നമുക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഹെയർ ആണ് ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ചകിരി പോലെ ഇരിക്കുന്ന ഹെയർ എന്ന് നമുക്ക് പറയാം. അങ്ങനത്തെ ഹെയറിന് വേണ്ടിയിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആയിട്ടും സിൽക്കി ആയിട്ടും അത് വോളിയം തോന്നിക്കുന്ന രീതിയിലൊക്കെ കിടക്കാനായിട്ട് ഈ ഒരു ടിപ്സ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു കാര്യം ഉണ്ടാക്കിയെടുക്കണമെന്ന് പറയാം. അതേപോലെ തന്നെ നിങ്ങൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതും കൂടെ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അതും കൂടെ പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ ആദ്യം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കി നമ്മുടെ മുടിയിൽ ഉപയോഗിക്കണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറുപയറാണ്. ഇത് നമ്മൾ തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് വെക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് മുളച്ച് കിട്ടും. ഇത് കണ്ടോ, ഇപ്പോൾ ഇത് മുളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ മുടിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ധാരാളം പ്രോട്ടീൻ നമ്മുടെ മുടിക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച് ഇതൊന്ന് മുളപ്പിച്ചെടുക്കുന്നത്. ഇനി മുളപ്പിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ഒരു 6 മണിക്കൂറെങ്കിലും നമ്മളിത് വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്ത് വെക്കണം. എങ്കിൽ മാത്രമാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു പ്രോട്ടീൻ നമ്മുടെ മുടിയിലേക്ക് കിട്ടത്തുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ്. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മുറി തേങ്ങ, അതായത് ഒരു കൈപ്പിടിയിലുള്ള തേങ്ങ, അത്രയുമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ തേങ്ങ നമ്മുടെ മുടി ഡീപ്പായിട്ട് കണ്ടീഷൻ ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇതും നമ്മുടെ മുടിക്ക് ആവശ്യമുള്ളത്ര എടുക്കുക കേട്ടോ. പിന്നെ ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ അടുത്ത സാധനം ഇതിനകത്തേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കുതിർത്ത് വെച്ച വെള്ളമില്ലേ, അത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതിനുശേഷം നമ്മളിത് നന്നായിട്ട് അരച്ച് കഴിയുമ്പോൾ ഒരു തുണി വെച്ച് തന്നെ പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. നമ്മൾ സ്റ്റെയിനറൊക്കെ ഉപയോഗിച്ചാലും അതിനകത്തുനിന്ന് കുഞ്ഞു കുഞ്ഞു തരികളൊക്കെ ഈ നമ്മുടെ എടുത്ത് വെക്കുന്ന ഇതിനകത്തേക്ക് വീഴും. അപ്പോൾ ഒട്ടും പൊടിയില്ലാതെ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒരു തുണി വെച്ച് തന്നെ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഒരു വൃത്തിയുള്ള തുണി അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ നന്നായിട്ട് യൂസ് ചെയ്ത് ഇതിൻ്റെ ഈ ഒരു നീര് മാത്രമായിട്ട് നമ്മൾക്ക് എടുക്കണം കേട്ടോ. ഇത് നമ്മുടെ മുടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ലൂസാക്കിയിട്ട് എടുക്കാം, അതല്ലെങ്കിൽ കുറച്ച് തിക്കായിട്ട് എടുക്കാം. അത് നമ്മൾ വെള്ളം ചേർക്കുന്ന അനുസരിച്ചാണ് കേട്ടോ അരച്ച് കിട്ടുന്നത്. പിന്നെ നമ്മൾ ഈ അരച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇത് നമ്മൾ കളയേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിലും കാലിലൊക്കെ ടാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ഉരച്ച് തേച്ച് കഴിയുകയാണെന്നുണ്ടെങ്കിൽ ആ ടാനൊക്കെ മാറും കേട്ടോ. അപ്പം അത് നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് കളയാം, അല്ലാത്ത ആളുകൾക്ക് അത് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് തേനാണ്. ഇതിപ്പം നമുക്ക് നാച്ചുറലായിട്ടുള്ള തേൻ വീട്ടിലുണ്ട്, അതുകൊണ്ട് നമ്മളത് എടുക്കണു. ഇപ്പോൾ കടയിൽ നിന്ന് മേടിക്കുന്ന തേനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് തേൻ നമ്മുടെ സ്കിന്നിനെയും നമ്മുടെ മുടിയെയൊക്കെ സ്മൂത്ത് ആക്കാനായിട്ടും ഷൈനിങ് നൽകാനൊക്കെ ആയിട്ടും സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ തേൻ ഇതിന് മസ്റ്റായിട്ട് വേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ഇങ്ങനെ ഒരു സ്പൂണിനകത്ത് 1 സ്പൂൺ തേനാണ്. ഞാൻ പറഞ്ഞില്ല, കൂടുതൽ അളവിൽ ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് തേനിൻ്റെ അളവും കൂടെ കൂട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ 1 സ്പൂൺ തേന് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ഒരു തേനും അത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു പായ്ക്കും കൂടെ നന്നായിട്ട് മിക്സ് ആവണം. അതിന് ശേഷം വേണം നമ്മൾ മുടിയിലേക്ക് തേച്ച് കൊടുക്കാനായിട്ട്. മുടിയിൽ തേച്ച് കൊടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് തലയിൽ സ്കാൽപ്പിലുമൊക്കെ എണ്ണ തേച്ച് നല്ലൊരു
മയപ്പെടുത്തി നമ്മുടെ മുടി വെച്ചതിന് ശേഷം വേണം നമ്മളിത് മുടിയിലേക്ക് തേച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. ഓരോ പാർട്സായിട്ട് എടുത്തിട്ട് എല്ലാ ഭാഗത്തും സ്കാൽപ്പിലും മുടിയിലും എല്ലായിടത്തും നല്ല രീതിയിൽ തന്നെ ഈ ഒരു കാര്യം നമ്മൾ തേച്ച് പിടിപ്പിക്കണം. എണ്ണ തേച്ചതിന് ശേഷം തേച്ച് പിടിപ്പിക്കാനായിട്ട് നമ്മളിത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമ്മളിത് കഴുകി കഴിയുമ്പോഴാണെങ്കിലും നമ്മൾ ഈ ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ചതിന് ശേഷം നന്നായിട്ട് മുടി ഇങ്ങനെ അതായത് വിരൽ കൊണ്ട് നന്നായിട്ട് അഴുക്ക് പോകത്തക്ക രീതിയിൽ കഴുകി കളയില്ലേ, ആ രീതിയിൽ തന്നെ നമ്മൾ ഈ ഒരു കാര്യവും കഴുകി കളയണം. നന്നായിട്ട് നമ്മുടെ വിരൽ ഉപയോഗിച്ചിട്ട് എല്ലാ ഭാഗത്തും മസാജ് ചെയ്ത് നമ്മൾ കഴുകി കളയണം. അങ്ങനെയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് എണ്ണമയും അഴുക്കും ഒക്കെ നമ്മുടെ മുടിയിൽ നിന്ന്. ഇത് ഉപയോഗിക്കുമ്പോൾ എല്ലാ മുടിയിലും ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ സ്കാൽപ്പിലും ഉപയോഗിക്കണം. അതുപോലെ ഒരു 20 മിനിറ്റെങ്കിലും നമ്മുടെ മുടിയിൽ ഇത് വെച്ചുകൊണ്ടിരുന്നതിന് ശേഷം വേണം നമ്മളിത് കഴുകി കളയാനായിട്ട്. അപ്പോൾ കുളിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഒരു 20 മിനിറ്റ് നമ്മുടെ മുടിയിൽ വെച്ചുകൊണ്ടിരിക്കുക. അതിനുശേഷം കഴുകി കളയുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഷാമ്പു ഉപയോഗിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഷാമ്പു ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതലായിട്ടും ഭംഗിയായിട്ട് നമ്മുടെ മുടിയിലെ അഴുക്കും എണ്ണമയവും എല്ലാം കഴുകി കളയാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ചെറുപയർ. അപ്പോൾ ആ ചെറുപയർ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ ആ ഒരു പ്രവൃത്തി അത് ചെയ്തോളും. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഷാമ്പു ഉപയോഗിക്കേണ്ട ഒരു ആവശ്യമില്ല. അതേപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന തേങ്ങാപ്പാലും ഹണിയൊക്കെ നമ്മുടെ മുടിക്ക് കണ്ടീഷണറിങ് എഫക്റ്റ് നൽകാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടീഷണറും ഉപയോഗിക്കേണ്ട. കണ്ടീഷണർ നാച്ചുറൽ ആയിട്ടുള്ള കണ്ടീഷണർ ഷാമ്പു ഉപയോഗിക്കുന്നതിൻ്റെ അതേ എഫക്റ്റ് നമ്മുടെ മുടിയിലേക്ക് ഈ ഒരു കാര്യം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുതരാനായിട്ട് പറ്റും. അതേപോലെ നല്ല വോളിയത്തിന് മുടി കിടക്കുകയും ചെയ്യും, ഒട്ടും പടർന്ന് അങ്ങനെ കിടക്കും. അതായത് ആ ഡ്രൈനെസ് ഒക്കെ മാറി നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് കിടക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഷാമ്പൂ കണ്ടീഷണറും ഉപയോഗിക്കേണ്ട കേട്ടോ. ഇത് ഉപയോഗിച്ച് നന്നായിട്ട് കൂടുതൽ വെള്ളം ഉപയോഗിച്ചിട്ട് മുടി കഴുകി കളഞ്ഞോളുക. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഹെയർ പാക്കിന്റെ അംശമൊക്കെ നമ്മുടെ മുടിയിൽ ഇരിക്കുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ അത് നന്നായിട്ട് തന്നെ കഴുകി കളഞ്ഞോളുക. വേറെ കാര്യങ്ങളൊന്നും ഇതിനകത്തേക്ക് എക്സ്ട്രാ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. പിന്നെ നമുക്കിത് വീക്കിലി 1 അല്ലെങ്കിൽ 2 പ്രാവശ്യം ഉപയോഗിക്കാം, അത്രയും മതിയാകും. നമ്മുടെ ഷാമ്പു ആഴ്ചയിൽ 1 പ്രാവശ്യമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ മതിയാകും. അല്ലെങ്കിൽ 2 പ്രാവശ്യം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യം ഉപയോഗിച്ചോളൂ. അല്ലാതെ എല്ലാ ദിവസവും ഓൾട്ടർനേറ്റീവ് ഡേയ്സും ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ അഴുക്ക് മാത്രം കഴുകി കളയല്ല കേട്ടോ, മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനും അതേപോലെ താരനൊക്കെ പോകാനും ഒക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇത്. പണ്ടൊക്കെ ആളുകൾ അറിയാലോ, ഈ ഷാമ്പു ഒക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പൊക്കെ തന്നെ ഈ താടിയുടെ കൂട്ടത്തിൽ ഇങ്ങനെ ചെറുപയറൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു തലമുടിയിലെ അഴുക്കൊക്കെ കഴുകി കളഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളതൊന്ന് മോഡിനേറ്റ് ചെയ്ത് ഇപ്പം ഈ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു കണ്ടീഷണർ എഫക്റ്റും കൂടെ നമ്മുടെ മുടിക്ക് നൽകും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. പിന്നെ നമ്മളിത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മൾ മുടി ഉണങ്ങുന്ന സമയത്തില്ലേ, ആ സമയത്ത് ഒരു ശകലം നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഓയിലാണോ ആ ഓയിൽ ഒരു ശകലം എടുത്ത് നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഒരു 2-3 ഡ്രോപ്പ് മാത്രം എടുത്തിട്ട് ആ നനവോട് കൂടി തന്നെ നമ്മുടെ മുടിയിലൊന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ അതും കുറച്ച് നല്ലതാണ്. അപ്പം അങ്ങനെയും കൂടി ഒന്ന് ഉപയോഗിക്കാൻ നോക്കിക്കൊള്ളുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ആ കുഞ്ഞു ലൈക്ക് ബട്ടണിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യുക. അതേപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. എത്രയും പെട്ടെന്ന് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.